ചിരി 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 കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. മാഡം, ഈ അടുത്ത് കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം ഭയങ്കര വിവാദമല്ലോ. എന്താണ് മാഡത്തിന് പ്രതികരിക്കാനുള്ളത്? മേഡം, ഇത് വയറ്റിലിരുന്നുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, ആരും അറിയത്തില്ല. തെറ്റല്ലെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റാണ്. പക്ഷേ വയറ്റിലിരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. അല്ല, 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ആണോ? മേഡം, ഇത് വയറ്റിലിരുന്നുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, ആരും അറിയത്തില്ല. തെറ്റല്ലെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റാണ്. പക്ഷേ വയറ്റിലിരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല, സേഫാണ്. രോഗിക്കൊരു കുഴപ്പമില്ല. രോഗിക്ക് കുഴപ്പമില്ലെന്നല്ല, കത്രികയ്ക്ക് കുഴപ്പമില്ല. കത്രിക പുറത്താണ് ഇരിക്കണമെങ്കിൽ ഈർപ്പം തട്ടി ചിലപ്പോൾ അത് തുരുമ്പ് പിടിക്കും, അല്ലെങ്കിൽ ഉപയോഗിച്ച് തേയ്മാനം വന്ന് ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ വയറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇത് സേഫാണ്. മാഡം സർവീസിലിരുന്ന കാലത്താണോ ഇത് സംഭവിച്ചത്? അല്ല, ഞാനൊന്ന് തിയേറ്ററിലായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററായിരുന്നു? ഓപ്പറേഷൻ തിയേറ്ററിലല്ല, സിനിമ തിയേറ്ററിലായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലേ? ഒറ്റപ്പെട്ട സംഭവം? ഇതിപ്പോ ആഴ്ചയിൽ ഒരെണ്ണല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ഞാനൊക്കെ സർവീസിലിരുന്ന കാലത്ത് നിത്യ സംഭവമായിരുന്നു. എങ്ങനെയൊക്കെയാ ഓപ്പറേഷൻ ചെയ്ത് വരുമ്പോഴും കത്രിക വയറ്റിലെ പെട്ടു. അപ്പൊ എന്ത് ചെയ്യായിരുന്നു മാഡം? കത്രിക പോയാൽ എന്നാ ചെയ്യാൻ പറ്റും? നമ്മൾ വല്ല കത്തിയോ ബ്ലേഡോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ശരി, ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് എക്യുപ്മെന്റ്സ് ഇല്ല, എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് ഡോക്ടർമാർ അടക്കം കംപ്ലൈന്റ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ ഇതുവരെ സർക്കാർ ആശുപത്രികളിലെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള എല്ലാ പേഷ്യൻസിനെയും വിളിച്ച് വ്യക്തി സ്കാൻ ചെയ്താൽ നമുക്ക് ഇതുവരെ നഷ്ടപ്പെട്ടു പോയ എല്ലാ എക്യുപ്മെന്റ്സും വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ സ്ത്രീ നല്ലവളായതുകൊണ്ട് കത്രിക വെട്ടിവരും തുറന്നു പറഞ്ഞു. വേറെ വല്ല സ്ത്രീകളാണെങ്കിൽ കിട്ടിയ കത്രികയുമായിട്ട് കടന്നു കളഞ്ഞേനെ. പോയപ്പോൾ ആർക്ക് പോയേനെ? സർക്കാരിന് പോയേ. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം.